മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സ്വർണ്ണപ്പാളി തിരിച്ചെത്തിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇടക്കാല ഉത്തരവിലാണ് ആ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, നേരത്തെ തന്നെ വിവാദമായതാണ് ഈ സംഭവം. ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി അടിയന്തരമായും തിരികെ എത്തിക്കണം എന്നൊരു നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്ന് വരുന്നു. മാത്രമല്ല, ആ നടപടിയിൽ, ആ നീക്കങ്ങളിലൊക്കെ തന്നെ ഹൈക്കോടതി അതിർത്തി രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? ഇന്ന് രാവിലെ ഈ ഹർജി പരിഗണിച്ചപ്പോൾ അതിരൂക്ഷ വിമർശനം ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് ദേവസ്വം ബോർഡിനെതിരെ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സന്നിധാനത്ത് തന്നെ സ്വർണ്ണപ്പണികൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തണമെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അതല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി വാങ്ങണം. എന്നാൽ ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളി അത് ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി ഉത്തരവ് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. അതിന്മേലായിരുന്നു വിമർശനം. ഇപ്പോൾ ആ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിക്കാൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. നിലവിൽ ചെന്നൈയിലാണ് അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് അത് കൊണ്ടുപോയിരിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കാനാണ്, ശബരിമലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം ഇതിൽ അനുചിതം, അതായത് ദേവസ്വം ബോർഡിന്റെ ഈ നടപടി അനുചിതമെന്ന് നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. വിഷയത്തിൽ വിശദമായ റിപ്പോർട്ടും ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കും. അതിനുശേഷം ഇതിനൊരു ഉത്തരവ് പറയാം എന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയും കനത്ത പ്രഹരവുമാണ്. വിഷ്ണു, എന്താണ് ഇതിൽ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം കോടതിയിൽ ഉണ്ടായത്? ഒപ്പം സർക്കാർ ഇതിൽ കക്ഷിയാണോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം? എന്തിനാണ് ഈ രീതിയിലൊരു നീക്കം ഉണ്ടായത്? അതിൽ അനുമതി തേടിയിരുന്നു? അതൊക്കെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം എന്താണ് ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വിവിധങ്ങളായ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഒന്ന്, ഈ സ്വർണ്ണപ്പാളിയിൽ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതിൽ ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതൊരാൾ സ്പോൺസർ ചെയ്തതാണ്. 5 വർഷത്തേക്ക് അതിന്റെ വാറന്റി ഉണ്ട്. ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അത് ചെന്നൈയിൽ തന്നെ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി കൊണ്ടുപോയി എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയത്. അത് തന്ത്രിയുടെയും അതോടൊപ്പം തന്നെ ഈ തിരുവാഭരണ കമ്മിറ്റിയുടെയും ഒക്കെ അനുമതി ഉണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിയില്ല എന്ന വസ്തുതയാണ്. പക്ഷേ ഈ രണ്ട് അതോറിറ്റീസിന്റെ അനുമതി ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ അറിയിച്ചത്. പക്ഷേ നിലവിൽ 2023 തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്, ശബരിമലയിലെ ഇത്തരം സ്വർണ്ണ പണികളുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ഹൈക്കോടതി അനുമതി വാങ്ങണമെന്ന്. അത് പക്ഷേ ഇവിടെ പാലിക്കപ്പെട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഇപ്പോൾ ഈ വിമർശനം ഉണ്ടായത്. വിമർശനം ഉണ്ടാകുക മാത്രമല്ല, ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളി അത് തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇടപെട്ട് ഇപ്പോൾ ഈ ദേവസ്വം ബോർഡിനെയും അതോടൊപ്പം തന്നെ ഈ നടപടിയും ഒക്കെ അതിരൂക്ഷമായി വിമർശിക്കുകയും ആ സ്വർണ്ണപ്പാളി സ്വാഭാവികമായിട്ടും കോടതി അത്തരത്തിൽ നേരത്തെ നിർദ്ദേശം നൽകിയതാണ്. അങ്ങനെ കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം അത് കൃത്യമായി നിലനിൽക്കെ എന്തുകൊണ്ടാണ് ബോർഡ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്? അതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. അതിന് ദേവസ്വത്തിന് വിശദീകരണമുണ്ടോ? സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ ഈ ചോദ്യവുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനടക്കം സമീപിച്ചു കാണുമല്ലോ. അതിലെന്തെങ്കിലും മറുപടി ഇന്നാൾ ഇതുവരെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കോടതിയോട് ചോദിക്കാതെ ഇത്തരത്തിൽ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയത് എന്നത് സംബന്ധിച്ച്? പ്രജിൻ, ദേവസ്വം ബോർഡ് ആകെ നൽകിയ ഒരു വിശദീകരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. അതിലൊന്ന്, തന്ത്രിയോടും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന തിരുവാഭരണ കമ്മീഷണറോടും അത് ചോദിച്ചു അവരുടെ മുൻപിൽ വെച്ചാണ് ഈ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയത്. അതല്ലാതെ ഇതിന് മറ്റൊരു മാനം നൽകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയത്. ഇത് ചെന്നൈയിൽ ആണ് ഇതിന്റെ വാറന്റി അടക്കമുള്ള കാര്യങ്ങൾ ചെന്നൈയിൽ നിന്ന് എത്തിച്ചാണ്. ചെന്നൈയിലാണ് ഇതിന്റെ വാറന്റി അടക്കമുള്ള അറ്റകുറ്റപ്പണി അടക്കമുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കാനുള്ള ഒരു സാധ്യത ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. അതിൽ മറ്റു ദുരുദ്ദേശങ്ങൾ ഒന്നുമില്ല എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയത്. പക്ഷേ ഹൈക്കോടതി ഇതിൽ ഒരു അതിരൂക്ഷ വിമർശനം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, 2023 തന്നെ ഹൈക്കോടതി ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിക്കണമെന്ന ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷെ ആ നിർദ്ദേശം ഇവിടെ പാലിക്കപ്പെട്ടില്ല. അത് കൃത്യമായി തന്നെ ലംഘിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അത് ഹൈക്കോടതിയും ശരിവെക്കുകയായിരുന്നു. ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ അല്ലെങ്കിൽ തീരുമാനം അനുചിതം എന്നാണ് ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ ഈ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് പരിഗണിച്ച ഘട്ടത്തിൽ വ്യക്തമാക്കിയത്. അതിപ്പോൾ കൂടുതൽ പരസ്യമാക്കുന്ന രീതിയിലാണ് ഈ സ്വർണ്ണപ്പാളി അടിയന്തരമായി തിരികെ കൊണ്ടുവരാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വെള്ളിയാഴ്ച എന്താണ് സംഭവിച്ചതെന്നുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യണം. പ്രജിത്ത്.
ശരി, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്വർണ്ണപ്പാളി എന്നുള്ളത് മാത്രമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട എന്ത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അത് കൃത്യമായി കോടതിയിൽ നിന്നും അനുമതി വാങ്ങണം എന്ന നിർദ്ദേശം 2023 തന്നെ ഹൈക്കോടതി നൽകിയതാണ്. പക്ഷേ അതിവിടെ പാലിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി അനുചിതമാണ് ഈ ദേവസ്വം ബോർഡിന് നീക്കം എന്ന് പറഞ്ഞ് ഇപ്പോൾ കർശനമായ നിർദ്ദേശം എത്രയും പെട്ടെന്ന് സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.